എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു നല്ല നാടൻ ഒഴിച്ചൂട്ടാനാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതാ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഞാൻ ഒരു പടവലങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറി ഈ ഒരു പടവലങ്ങ കൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്ര ആവശ്യമില്ല കേട്ടോ, ഞാൻ ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ പടവലങ്ങ കൊണ്ട് തോരനും മെഴുക്കുവരട്ടിയൊക്കെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. പക്ഷേ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കൂ, വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലത്തെ ഒരു വൈറ്റ് സ്കിന്നുണ്ടല്ലോ, അതൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പടവലങ്ങ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഞാനതിൻ്റെ മുകളിലത്തെ ഒരു സ്കിന്ന് ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കുരു ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് പടവലങ്ങ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പടവലങ്ങ തീരെ അങ്ങോട്ട് ഘനം കുറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഒരു ഘനത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ. പടവലങ്ങ നമുക്ക് വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് തീരെ അങ്ങോട്ട് ഘനം കുറയ്ക്കേണ്ട കേട്ടോ, കാരണം കറി വെച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്ത് കഴിക്കാൻ കിട്ടില്ല, മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും കഷ്ണം. അപ്പോൾ ഞാൻ നീളത്തിൽ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പടവലങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1.25 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു തണ്ട് കറിവേപ്പില. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4-5 വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തോ ചതച്ചോ ഒന്നും ചേർക്കേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കാരണം ചതച്ചും കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കറിയിലേക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അത് വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5-6 ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് മൂത്ത് കിട്ടും. മൺചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടത്. കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പടവലങ്ങ ഒന്ന് ഫ്രൈ ആക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ പടവലങ്ങയിലേക്ക് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യം വേണ്ട, എല്ലാവർക്കും അറിയാം. വെള്ളമയം ഉണ്ട് പടവലങ്ങയിൽ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, അതിൽ തന്നെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി അതിനകത്തേക്ക് ഒരു പച്ചമുളക് ഞാൻ നെടുവി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അത്രയും മുളക് പൊടി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത 2 പൊടികളുടെയും പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. പിന്നെ നമ്മുടെ പടവലങ്ങയ്ക്കൊക്കെ ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും വേണം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് അത്രയും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് നിറമൊക്കെ മാറി കിട്ടും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇനി പുളി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി തന്നെ എടുക്കുക. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു തക്കാളി ഒന്ന് നമുക്കൊന്ന് വാടിക്കിട്ടണം, അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക, ഓൾ എന്ന ഓപ്ഷനും. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം അടച്ചു വെക്കരുത് കേട്ടോ. ആ ചെറിയ തീ കിടന്നിട്ട് നമ്മുടെ ആ ഒരു ചെറിയുള്ളിയും അതുപോലെ തന്നെ പടവലങ്ങയും ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, കാരണം എന്താ വെച്ചാൽ തക്കാളിയിൽ നിന്നും അല്പം വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആ ഒരു കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം പടവലങ്ങ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. നാളികേരം. ഈ ഒരു കറിയിലേക്ക് വളരെ കുറച്ച് നാളികേരം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയ ജീരകം. വളരെ കുറച്ച് ചെറിയ ജീരകം എടുത്താൽ മതി. 1/4 ടീസ്പൂണൊന്നുമില്ല, അതിലും താഴെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കറി ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പടവലങ്ങയും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
തക്കാളിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ച കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പൊക്കെ കറക്റ്റ് പാകമായിരുന്നു. ഇനി ഇതാ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കറി ഇങ്ങനെ തിക്കായിട്ട് എടുക്കുന്ന ഒരു കറിയല്ല, കുറച്ച് ലൂസായിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കുന്ന ഒരു കറിയാണ്. എങ്കിലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഒരുപാട് നാളികേരം അരച്ചിട്ട് അങ്ങ് തിക്കായിട്ട് എടുത്താൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ തയ്യാറാക്കുമ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നിങ്ങൾക്ക് ഗ്രേവി ഭയങ്കര തിക്കായിട്ട് വേണമെങ്കിൽ മാത്രം നാളികേരം കുറച്ച് അധികം എടുത്തോളൂ. ഇനി ഇപ്പം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കരുത്. കുറച്ച് സമയം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക. ആ ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം മാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു നാളികേരത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണമല്ലോ, അതിന് വേണ്ടി മാത്രമാണ്. വളരെ ഈസിയാണ് കേട്ടോ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അരപ്പിൻ്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് അത്ര എടുത്തുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ഇത് പടവലങ്ങ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അറിയുക പോലും ചെയ്യില്ല കേട്ടോ. ഇത് തയ്യാറാക്കുമ്പം തക്കാളി അല്പം പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. എങ്കിലാണ് നമ്മുടെ കറിയിൽ ഒരു പുളിരസമൊക്കെ വരുള്ളൂ. നമ്മുടെ ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത്. ഇനി ഞാനിതൊന്ന് വാങ്ങി വെച്ചിട്ട് ഇതിലേക്കൊന്ന് വറുത്തിടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 5-6 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറിയുള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പടവലങ്ങ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.